पूरा हिंदू समाज नहीं है, आरएसएस पूरा हिंदू समाज नहीं है. ഇന്ത്യയിലെ പ്രതിപക്ഷം അവഗണിക്കാൻ പറ്റാത്ത ശക്തിയാണ് എന്ന് BJP മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടുതന്നെ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങളെയും അവഗണിച്ചുകൊണ്ട് BJPക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. स्टूडेंट्स की बात करते हैं, जो आप 2000 साल पहले की बात करते हो, थोड़ी सी भविष्य की भी बात कर देते हैं, इंडिया के फ्यूचर की बात कर देते हैं. रोजगार तो आपने खत्म कर दिया, नोटबंदी, GST, जो आपने स्मॉल एंड मीडियम बिजनेसेस थे उनको खत्म करके युवाओं को आर्मी में अपॉर्चुनिटी मिलती थी, अग्निवीर उनके लिए आपने दे दिया, वो खत्म कर दिया, रास्ता ब्लॉक कर दिया. पब्लिक सेक्टर को आप प्राइवेटाइज करते हैं, वो रास्ता बंद कर दिया. और अब एक नया फैशन निकला है, नीट. മൂന്നാം തവണയും BJP നയിക്കുന്ന NDA മുന്നണി ഇന്ത്യയുടെ ഭരണസാരഥ്യമേൽക്കുമ്പോൾ തിരിച്ചുവരവിന്റെ സൂചനകൾ കാണിക്കുകയാണ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി. ഇത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. 2024 ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് പരിശോധിച്ചാൽ 292 സീറ്റുകൾ നേടി NDAയും 43.4% വോട്ട്, 230 സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണിയും 36.7% വോട്ട് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചതായി നമുക്ക് കാണാം. എന്നാൽ ഇതേ സമയം 2019 ഇത് NDA 351 സീറ്റും 38.4% വോട്ട്, UPA 90 സീറ്റും 26.4% വോട്ട് നേടിയതായും കാണാം. എന്നാൽ 35%-ഓളം വോട്ടുകൾ നേടിയത് മറ്റ് പാർട്ടികൾ ആയിരുന്നു. മോദി സർക്കാർ ആദ്യമായി അധികാരത്തിൽ എത്തിയ 2014 വോട്ട് നില പരിശോധിച്ചാൽ 336 സീറ്റുകൾ നേടി NDA 37.8%, 59 സീറ്റുകൾ നേടി UPA 23.3%. അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി സഖ്യം ഉണ്ടാക്കി മത്സരിച്ചത് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിപക്ഷ കക്ഷികളോട് ആത്മവിശ്വാസം കൂട്ടാൻ കാരണമായി. മോദി സർക്കാരിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ വരും നാളുകളിൽ ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവിലേക്ക് ഇത് വഴിവെക്കുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിലെ ഭരണം ജനങ്ങളിൽ നിന്ന് അകന്ന് കോർപ്പറേറ്റുകളിലേക്ക് വ്യാപിക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ 2024 തിരഞ്ഞെടുപ്പ് ഫലം മോദി സർക്കാരിന്റെ ശക്തി കുറച്ച് സ്വന്തമായി BJPക്ക് ഭൂരിപക്ഷം ഇല്ലാതാക്കിയിരിക്കുന്നു. ഇന്ത്യയിലെ രാജാക്കന്മാർ ജനങ്ങൾ ആണ് എന്ന് ഒരിക്കൽ കൂടി ഇന്ത്യൻ ജനാധിപത്യം ആണയിടുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം 13 നിയമസഭാ സീറ്റുകളിൽ 11 ജയിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിരിക്കുന്നു. എന്നാൽ BJPക്ക് ജയിക്കാൻ സാധിച്ചത് ഒരേ ഒരു സീറ്റിലാണ്. ഇതിലേറെയും ഇന്ത്യ മുന്നണിയിൽ നിന്നും BJPയിലേക്ക് ചേർന്ന അധികാരമോഹികളെ ജനം തോൽപ്പിച്ചതായി നമുക്ക് കാണാം. ഇത് ഇന്ത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിയെ സ്നേഹിക്കുന്നവർക്കും സന്തോഷം നൽകിയ കാര്യമാണ്. രാമക്ഷേത്ര നിർമ്മാണോദ്ഘാടനത്തിന് ശേഷം അയോധ്യയിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ തോൽവി രാജ്യം പ്രതീക്ഷിച്ചിരുന്നുവോ? വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞ് ഒരു ഘട്ടത്തിൽ പിന്നിലാകുമെന്നും നിങ്ങൾ ചിന്തിച്ചിരുന്നുവോ? ഇല്ല. പക്ഷേ രണ്ടും സംഭവിച്ചു. എന്നാൽ എഴുതി വെച്ചോ, ഗുജറാത്ത് നമ്മൾ ഭരിക്കും. ഇത് രാഹുൽ ഗാന്ധി അഹമ്മദാബാദിലെ കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞതാണ്. ഇതാണ് ഇന്ത്യയിലെ ഓരോ ഇന്ത്യ മുന്നണി പ്രവർത്തകരുടെയും ആവേശം. കാലങ്ങൾക്ക് ശേഷം ഇന്ത്യ മുന്നണി ഗുജറാത്തിൽ ഒരു സീറ്റ് ജയിച്ചതും ഇന്ത്യയിലെ BJPക്ക് അകത്ത് മോദി വിരുദ്ധ ക്യാമ്പിലെ ശക്തമായ അതൃപ്തിയും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ മുന്നണി ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടാക്കിയ മുന്നേറ്റം 48 സീറ്റിൽ ഇന്ത്യ സഖ്യത്തിന് 30 സീറ്റും കിട്ടിയപ്പോൾ NDAക്ക് കിട്ടിയത് വെറും 17 സീറ്റുകളാണ്. രാജസ്ഥാനിൽ 2019 ഉണ്ടായ 0 സീറ്റുകളിൽ നിന്നും 8 സീറ്റുകളിൽ ജയിച്ചു. UPയിൽ BJPയുടെ സീറ്റ് 62 നിന്നും 33 കുറഞ്ഞതും ഇന്ത്യയിലാകെ ഇന്ത്യ മുന്നണി ശക്തമായി തിരിച്ചു വന്നതും നാളെയും രാഷ്ട്രീയം ഇന്ത്യ മുന്നണിക്ക് ഒപ്പമാണ് എന്നുള്ളതിന്റെ സൂചനകളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി 3ാം തവണ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ NDAക്ക് ലഭിച്ചിരിക്കുന്നത് കേവല ഭൂരിപക്ഷത്തിൽ നിന്നും കേവലം 25 സീറ്റുകൾ അധികം മാത്രമാണ്. എന്നാൽ ഇന്ത്യ മുന്നണി തൊട്ട്
അടുത്തു തന്നെ 50ഓളം സീറ്റിന് പിറകിലായി ഇന്ത്യ മുന്നണിയിൽ ഉള്ളത് എല്ലാ സമയവും BJPക്ക് ഒരു പ്രഷർ നൽകുന്ന വിഷയമാണ്. ഇതോടൊപ്പം തന്നെ 2024 നടക്കാൻ പോകുന്ന ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 2025 നടക്കാൻ പോകുന്ന ജാർഖണ്ഡ്, ഡൽഹി, ബീഹാർ തെരഞ്ഞെടുപ്പുകളും 2026 നടക്കാൻ പോകുന്ന ആസാം, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളും എല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറും. ഇങ്ങനെ പറയുമ്പോൾ മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വരും നാളുകളിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആര് ഇന്ത്യയെ നയിക്കും എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പുകൾ മാറും എന്നുള്ളത് സുനിശ്ചിതമാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആദ്യമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം ഈ ആത്മവിശ്വാസത്തിൻ്റെ പെരുമ്പറ മുഴക്കമായി മാറി. അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഗവൺമെൻറ് ഇന്ത്യയിലെ ചെറുപ്പക്കാരെയും കർഷകരെയും സാധാരണക്കാരെയും ചെറുകിട കച്ചവടക്കാരെയും എല്ലാവരെയും മറന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ മൈനോറിറ്റിയെ ടാർഗറ്റ് ചെയ്ത് രാഷ്ട്രീയ നേട്ടം നേടാൻ BJP ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ തന്നിൽ എന്നെ കൂടാതെ മറ്റൊരു ഞാൻ കൂടെയുണ്ട് എന്നുള്ള പ്രയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വർത്തമാന അവസ്ഥയെ വരച്ചു കാട്ടുന്നതായി. അതായത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവും രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയും രണ്ടുപേരാണെങ്കിലും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അണിയുന്ന ഞാൻ വെറും പ്രതിപക്ഷ നേതാവ് ആയി തന്നെ എൻ്റെ എല്ലാ ശബ്ദങ്ങളും പ്രതിപക്ഷ നേതാവായി തന്നെ ഉയരണം എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചു. അതുപോലെ തന്നെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി മറ്റ് എന്തെല്ലാം സങ്കുചിതമായ താല്പര്യങ്ങളുണ്ടെങ്കിലും ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കുണ്ടാകിയിരിക്കേണ്ടത് ഇന്ത്യ എന്നുള്ള ഒറ്റക്കെട്ടായ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കും ഇന്ത്യ എന്നുള്ള ഒറ്റക്കെട്ടായ രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായിരിക്കണമെന്ന് ആണയിട്ട് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കൃത്യമായ പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദം അവിടെ നമ്മൾ ഉയർന്നു കേട്ടു. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ പ്രതിപക്ഷത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം ഇനി BJPക്ക് പാർലമെൻറ്റിൽ നടപ്പില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിപക്ഷത്ത് നിന്നും ഒരുപാട് ശക്തരായ നേതാക്കന്മാരെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം ഇനി വരുന്ന ദിവസങ്ങളിൽ ശക്തമായി ഉയർന്നു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. വരും ദിവസങ്ങളിൽ കാണാം. നന്ദി, നമസ്കാരം.